ഹൗസിന്റെ ഹോമാക്കി മാറ്റുന്ന ഒരു ചെറിയ സ്റ്റോറി പറയട്ടെ. ബേർഡ്സ് കൂടുകൂട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓരോ ചെറിയ കമ്പും കൊണ്ടുപോയി വെച്ച് ലാസ്റ്റ് അതൊരു കൂടാകുമ്പോൾ അവർക്ക് എത്ര സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിയിട്ട് ലാസ്റ്റ് അത് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അധികമാണ്. കുറച്ചു കാലം മുന്നേ എൻ്റെ വീടും ഒരു ഹൗസായിരുന്നു. ഇപ്പോഴാണ് അതൊരു ഹോമായി മാറിയത്. അതിന്റെ ഡിഫറൻസ് ഞാൻ ഇപ്പൊ അടുത്താണ് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഓരോ കോർണറിൽ ഇങ്ങനെ നിന്നിട്ട് കുറേ സമയം ഇങ്ങനെ ചിന്തിക്കും, ഇവിടെ എന്ത് ചെയ്താലാണ് രസം ഉണ്ടാകും. ഫ്രെയിം ആണോ, ഫ്ലവർ ആണോ, ലൈറ്റ് ആണോ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്യാനും ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങാനും എന്നേക്കാളും കുറച്ച് കൂടുതൽ ഇഷ്ടം എൻ്റെ ഹസ്ബൻഡിനാണ്. ഇങ്ങനെ ഓരോ കോർണർ അറേഞ്ച്മെന്റിലുണ്ടല്ലോ, ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഇത്തിരി പോസിറ്റിവിറ്റി കടന്നു വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ഫർണിച്ചറും ഫ്രെയിംസ് ഒക്കെ റീഅറേഞ്ച് ചെയ്ത് നോക്കിയേ, നിങ്ങൾ അറിയാണ്ട് നിങ്ങൾ തന്നെ സന്തോഷിക്കും. എല്ലാം ഒന്ന് മാറ്റി നോക്ക്. ഈ ഒരു 2 ഐറ്റം കണ്ടോ നിങ്ങൾ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പ്ലസ് ബാനത്തിന് ഞാൻ അവർക്ക് ഷൂട്ടിന് പോയപ്പോൾ വാങ്ങിയതാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഹോംസാർ എസ്, പാൻ ഹോം, ഐഡിയൽ ഹോം, അൻസാർ ഗാലറി, ഐക്യ തുടങ്ങി ഇങ്ങനെ ഖത്തറിലുള്ള എല്ലാ ഷോപ്പുകളിലും നമ്മൾ കയറി ഇറങ്ങിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ചെറിയൊരു ഹൗസ് വാമിംഗ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പത്തേക്ക് നമ്മൾ ഖത്തറിൽ വോറൊക്കെ വന്നു. പിന്നെ ഇനിയിപ്പം നടക്കുമെന്നും തോന്നുന്നില്ല. അത് കയ്യൊന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഈ വീഡിയോസ് ഒക്കെ അങ്ങ് ഇടാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോം സെറ്റ് ചെയ്തത്. എല്ലാം സെറ്റ് ചെയ്ത് കാണുമ്പോണ്ടല്ലോ ഒരു സമാധാനമാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയാണോ? കമന്റ് ചെയ്യണം. പിന്നെയുള്ള ഏറ്റവും വലിയ ഇടങ്ങാറ് എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് 2 എണ്ണം വെച്ചിട്ട് ഏതാ മുഞ്ചെന്ന് ആലോചിച്ചിട്ട് കുറേ സമയമായിരിക്കും. ലാസ്റ്റ് മക്കളെ വിളിച്ചിട്ട് ഞാനത് ഫൈനൽ എങ്ങനെയുണ്ടല്ലോ സെറ്റ് ചെയ്യുമ്പോൾ ഫർണിച്ചർ ലിറ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ വെക്കുമ്പോണ്ടല്ലോ നമ്മൾ തന്നെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനത്തെ വൈബൊക്കെ അല്ലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ?